യെസ്, കണ്ണൂരിലെ ജനസഭ പുരോഗമിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാഷെ, 2 ചോദ്യങ്ങളാണ്. കേരളത്തിൽ മത്സരം LDFും NDAയും തമ്മിലാണെന്നുള്ള EP ജയരാജൻ്റെ പ്രസ്താവന. മാഷ് അത് ഖണ്ഡിച്ചു, അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ വെള്ളം ചേർത്തോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിൽ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തത് എന്നാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതി പറഞ്ഞത്. 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ച സമയത്ത് ആകെ ചെലവ് നിയമസഭാ രേഖ പരിശോധിച്ചാൽ മതി 9,011 കോടി. 5 കൊല്ലം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളം ഭരിച്ചപ്പോൾ കൊടുത്ത പെൻഷൻ 35,154 കോടി. എത്ര ഇരട്ടിയാണ് എന്നുള്ളത് ആളുകൾ കണക്കറിയുന്നവർക്ക് അറിയാലോ. പിന്നെ ശ്രീമേഡിത്തരുടെ കാലത്ത് എത്രയാണ് പണം ചെലവഴിച്ചത്? 98%. അത് രേഖയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ സൈറ്റ് പോയാൽ കൃത്യമായ നിലക്കുള്ള കണക്ക് കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇത് BJPക്കാരുടെ ഒരു പൊതു നിലപാടാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മതക്കാരുടേതൊന്നുമല്ല. എല്ലാ മതത്തിലും പെട്ട ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട്. ഒരു കാരണവശാലും മതത്തെ രാഷ്ട്രീയവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് മതനിരപേക്ഷത. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് എന്നുള്ളതുകൊണ്ട് ഹിന്ദു മിത്തോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് ആളുകളുടെ വോട്ട് വാങ്ങുക? രാമനൊക്കെ വരുന്നത് അങ്ങനെയാണ്. അല്ലാതെ രാമനോടുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ വിഷയമൊന്നുമില്ല. രാമനെ ഉപയോഗിച്ച് രാമനേക്കാൾ മേലെയാണ് മോഡി ഇത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. മറ്റിവിടെ ഈ ചർച്ചക്കകത്ത് എവിടെയോ നടന്നിരിക്കുന്ന ഏതോ ഒരു ഗണപതി വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയം വരേണ്ട കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് മാർസിൻ്റെ പുസ്തകങ്ങളൊന്ന് വായിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഈ പേജെങ്കിലും ഒന്ന് വായിക്കണം. ആ പേജിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ശരിയാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാൻ. അതിന് നേരെ ഒരു 4 വരി ഞാൻ പറയാം. ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതം. ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതം. കഷ്ടപ്പെടുന്നവൻ്റെ അത്താണിയാണ് മതം. 4ാമത്തെ വാചകമാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. നിങ്ങൾ അതിൽ എന്നെ പഠിപ്പിക്കണം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. കൃത്യം ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ മാർസിൻ്റെ ഈ വരിയുടെ തൊട്ട് മുമ്പിലുള്ള 4 വരി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് എന്നോട് പറഞ്ഞോ. പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവനിഷേധമായിട്ട് വാദമല്ല. എന്താണ് മതത്തെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് എല്ലാ മതക്കാർക്കും സ്വന്തം മതാനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ആളുകളെ മതം മാറ്റാനും അധികാരമുണ്ട്. സ്വന്തം ആരാധനക്രമങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് സംരക്ഷിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് മതപരമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ വിഷയമാണ്, ആ സമൂഹത്തിൻ്റെ വിഷയമല്ല. ഹിന്ദുമതം ഹിന്ദുവിലുള്ള വ്യക്തികളുടെ വിഷയമാണ്. ഇസ്ലാം മതം ഇസ്ലാം വ്യക്തികളുടെ വിഷയമാണ്. ക്രിസ്തു മതം അവരുടെ വിഷയം. അതാകെ സമൂഹത്തിൻ്റെ പൊതുവിഷയമായി കൊണ്ടുവരേണ്ട കാര്യമില്ല. മതത്തിൽ വിശ്വസിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും മതനിരപേക്ഷ രാഷ്ട്രത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ട് അതാണ് മതവുമായി ബന്ധപ്പെട്ട മാർസിയൻ നിലപാട് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ നിലപാടല്ല, മാർസിൻ്റെ നിലപാടാണ്. ഞങ്ങളുടെ പാർട്ടിയും ആ നിലപാട് അംഗീകരിക്കുന്നത് ഒരു മതക്കാർക്കും ഒരു നിലക്കുമുള്ള എന്തെങ്കിലും നിലക്ക് പ്രതികൂല അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആളുകളെ ബലി കൊടുത്ത പ്രസ്ഥാനം. ഇപ്പോൾ കണ്ണൂർ ജില്ലക്കകത്ത് നമുക്കറിയാമല്ലോ, ഞങ്ങളുടെ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട UK കുഞ്ഞിരാമൻ രക്തസാക്ഷി പള്ളിക്ക് കാവൽ തിരിച്ചു പോകുമ്പോൾ കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഞങ്ങളുടെ ഇപ്പോൾ BJPക്കാർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു. ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കുർബാനക്ക് തുറന്നു കൊടുത്തല്ലേ ഞങ്ങൾ? ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കുർബാനക്ക് തുറന്നു കൊടുത്തു ഞങ്ങൾ അവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് ആവശ്യമുണ്ട്. അവരുടെ ആവശ്യം എന്താ? അവരുടെ ആവശ്യം ഞങ്ങൾ ഹിന്ദുവിൻ്റെ ആളാണ് എന്ന് സ്ഥാപിക്കണം. മാർസിസ്റ്റുകാർ ഈ മതത്തിലൊന്നും വിശ്വസിക്കാത്തവരാണ് സ്ഥാപിക്കണം. അതൊന്നും വസ്തുതയല്ല. ഇവിടെ BJP മതത്തിൻ്റെ ആളൊന്നുമല്ല. അവർക്ക് മതം ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണ്, അധികാര കസേരയിലേക്കുള്ള ഒരു ചവിട്ടുപടി. അവരതിന് എന്ത് കാര്യങ്ങളും ചെയ്യുമെന്നുള്ളത് യാതൊരു തർക്കമില്ല. ഞങ്ങൾക്ക് മതത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്, മതസിദ്ധാന്തങ്ങളോട് വ്യക്തമായ സമീപനമുണ്ട്. ഞങ്ങൾ ഒരു മതത്തിനുമെതിരെന്ന് മാത്രമല്ല, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഏത് അറ്റം വരെ പോരടിക്കാനും കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെവിടെയും ഉണ്ടാവും. ഈ കേരളത്തിൽ ഒരു മിനിറ്റ് അല്ല മാഷെ, കേരളത്തിൽ ഒരു മിനിറ്റ്, എല്ലാ മതങ്ങളോടും ഒരേ സമീപനമാണ്. പ്ലീസ് ഒന്നിരിക്കെ, പ്ലീസ്. ചോദിച്ചല്ലോ, എല്ലാ മതങ്ങളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു, സമതുലിതമായ സമീപനം. പക്ഷേ അങ്ങനെയല്ലല്ലോ മാഷെ കാണുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അതേ കോഴിക്കോട്ടെ ആ വിഷയം പറഞ്ഞു, ഗണപതി ഹോമം നടത്തട്ടെ, അതിലെന്താ കുഴപ്പം? നടപടി എടുത്തില്ലല്ലോ. DYFIക്കാർ ആ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് അവിടെ കയറി ചെല്ലുകയും കോഴിക്കോട് സംഭവം എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ നാട്ടിൽ എവിടെയും നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ മതപരമായ കാര്യമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും DYFIക്കാരൻ അന്യായം ചെയ്തു, തീർച്ചയായിട്ടും നിയമ നടപടി ഉണ്ടാവും. എന്താ സംശയമുള്ളത്? അന്വേഷിക്കണ്ടേ? നിങ്ങൾ പരാതി കൊടുത്താൽ അന്വേഷിക്കും. അതൊന്നും കോഴിക്കോട് എവിടെയോ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂരിലെ ചർച്ചയിൽ അത് ഉന്നയിക്കേണ്ട കാര്യം എന്താ? മറ്റൊന്നിനുമല്ല.
സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവർ മതത്തിനെതിരാണ് സ്ഥാപിക്കാനാണ്. ഇവര് മതത്തെ അന്യായമായിട്ട് ആക്രമിക്കുന്നത് സ്ഥാപിക്കാനാണ്. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ഓരോ മതത്തെയും ആക്രമിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യാനികളെയും അതുപോലെ മുസ്ലിങ്ങളെയും ഇവർ ആക്രമിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ അവർ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. ഇപ്പൊ CAA നടപ്പിലാക്കുന്നു പറഞ്ഞല്ലോ, ഇന്ത്യയിൽ CAA നടപ്പിലാക്കിയില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റ സ്റ്റേറ്റ് കേരളമാണ്. അതെങ്ങനെ സാധിക്കും? എന്താ സാധിക്കാതെ? കേന്ദ്രം ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ? അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇത് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന 10 സ്റ്റേറ്റ് ഇല്ലേ, ആരെങ്കിലും പോയി CAA സുപ്രീം കോടതിയിൽ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, CPM-ന്റെ ആദ്യ നിലപാട് എന്തായിരുന്നു? CAA നടപ്പിലാക്കണം എന്നൊരു നിലപാട് എടുത്തിരുന്നില്ലേ? മാത്രമല്ല, കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ എന്തിനു തുടങ്ങി? കൊല്ലത്ത് കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയെന്ന് പറയുന്നത് തികഞ്ഞ വാസ്തവമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ കാര്യം വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ല. കൊല്ലത്തുണ്ട്. ജനസഭയ്ക്ക് താല്പര്യം ഉണ്ടാവും, ജനസഭയുടെ രാഷ്ട്രീയ താല്പര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്നാൽ കേരള മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല, വെറുതെ പറയാണ്. സത്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം അനുകൂലിച്ച CAA ഒരു കാരണവശാലും ഇന്നത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായമുള്ള പാർട്ടി ഞങ്ങള്. എന്ന് മാത്രം ഇന്ത്യയിൽ CAA വന്നപ്പോ ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റ്, കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഒരൊറ്റ സ്റ്റേറ്റ് ആണ് നിയമസഭാ സമ്മേളനം അതിന് മാത്രമായി വിളിച്ചു ചേർത്തത്. എന്നിട്ട് ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസാക്കി, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരാ മനുഷ്യ ചങ്ങല തീർത്തത്? CAA പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് നിഷേധിക്കാൻ വേണ്ടി കഴിയും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോഴ് ചട്ടമന്ത്രി കുറെ കാലമായല്ലോ, കോൺഗ്രസിന്റെ പ്രകടനപത്രിക വന്നു, CAA പിൻവലിക്കുന്നു പറയുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഞങ്ങളുടെ പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് വന്നാൽ CAA ഉണ്ടാവില്ല, ഞങ്ങൾ പിൻവലിക്കും. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇവർക്കൊരു നിലപാടില്ല, നിങ്ങൾ പറയുന്നു, CPI പറയുന്നു ഇത് പിൻവലിക്കുന്ന, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇപ്പോ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നേരത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റിലെ ഞങ്ങൾ പിന്തുണച്ചിരുന്നല്ലോ. ആ പിന്തുണയ്ക്കുന്ന സമയത്താണ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി കൊണ്ടുവന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്താണ്. അന്ന് സോണിയാഗാന്ധി അവരെതിരായിരുന്നു, ആദ്യം കോൺഗ്രസ് എതിരാണ്. പക്ഷേ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും എന്ന് ഉൾപ്പെടെ പറയേണ്ടി വന്നു നടപ്പിലാക്കിയ ഗവൺമെന്റ്. അതുകൊണ്ട് ഗവൺമെന്റ് വന്നാൽ എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും അതാലോചിക്കാം. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊടുക്കും. ഈ പറയുന്ന NIA ഉൾപ്പെടെയുള്ള UAPA ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും പിൻവലിക്കും. അതുപോലെ CAA റദ്ദാക്കും. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകും. ഇവിടെയുള്ള നിലവിലുള്ള ഫെഡറൽ സംവിധാനത്തിനെ സംരക്ഷിക്കും. പാർലമെന്റ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അതുപോലെ വർഗീയതക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തെങ്കിലും ഇത് നടക്കുമോ? ഇത് അല്ല, അത് വേറെ കാര്യം. ജനങ്ങൾ ഭൂരിപക്ഷം വന്നാലല്ലേ. അതിനെപ്പറ്റി ഒന്നും കൈയടിക്കേണ്ട കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ BJP ഇന്ത്യ രാജ്യത്ത് BJP ഈ ലോകത്ത് നിങ്ങൾ 4 പേര് അതിന് വന്ന, നിങ്ങൾ 4 പേര് എല്ലാ ചർച്ചയിലും BJPക്ക് വേണ്ടി കൃത്യമായി വരുന്നവരെന്ന് നിലക്കാണ്. ഞാൻ ചർച്ച പങ്കെടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറയാം, BJP ഇന്ത്യയിലേ ഉള്ളൂ. ഈ ലോകത്ത് എല്ലാ രാജ്യത്തുമുള്ള ഒരു പാർട്ടിയുടെ പേരുണ്ട്, അതറിയാം നിങ്ങൾക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഞങ്ങൾ ചെറുതപ്പം, ഞങ്ങള് സത്യത്തെ കാണുന്നവരാണ്. നിങ്ങളെ പോലെ സത്യം കാണാതിരിക്കുന്നവരല്ല, ഞങ്ങൾ സത്യത്തെ കാണുന്നവരാണ്. എന്നാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ രണ്ട് രാജ്യത്തേ ഉള്ളൂ. ഹിന്ദുക്കൾ ഞാൻ പറഞ്ഞുതരാം. ഹിന്ദുക്കൾ ലോകത്ത് 2 രാജ്യത്തേ ഉള്ളൂ. ഞാനും ഹിന്ദു തന്നെ. നേപ്പാളിലും ഇന്ത്യയിലുമേ ഹിന്ദുക്കളുള്ളൂ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ലാതെയില്ല, എല്ലാ രാജ്യത്തും ഉണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന 4 രാജ്യങ്ങൾ: ജനകീയ ചൈന, വടക്കൻ കൊറിയ, ക്യൂബ, വിയറ്റ്നാം. എന്താ സംശയം? കമ്മ്യൂണിസമാണ് നിലനിൽപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, ഞാൻ പറഞ്ഞു ഇന്നലെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, BJP ഭരിക്കുന്ന ഒരൊറ്റ രാജ്യം വേറെയില്ല. അത് നിങ്ങളാണ് ലോകത്തിൽ വരുന്നത്, അങ്ങനെ പറഞ്ഞേക്കരുത്. ഇന്ത്യയിൽ നിങ്ങൾ ശരി, ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന 4 രാജ്യങ്ങളുണ്ട്. 10 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ഉണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയില്ല. ഇന്ത്യയിലെ ഒന്നാമത് പാർട്ടി ഞങ്ങളാണ് എന്നൊന്ന് പറയാൻ ഞങ്ങൾക്ക് വിട്ടുമില്ല. ഒറ്റ ചോദ്യം കൂടി, ദേശീയ പദവി നിലനിർത്താൻ പറ്റുമോ? ചിഹ്നം, അരിവാചുറ്റിക നക്ഷത്രം, അത് നിലനിർത്താൻ പറ്റും? ദേശീയ പദവിയൊക്കെ ഉറപ്പായിട്ട് നിലനിൽക്കും, ഒരു സംശയം വേണ്ട. പിന്നെന്താ, ദേശീയ പദവിയൊക്കെ ഉറപ്പായിട്ട് നിലനിൽക്കും. അല്ല, അതിന് കേരളത്തിൽ കേരളം മാത്രമൊന്നുമല്ലെന്ന്.
കേരളത്തിൽ മാത്രമൊന്നുമല്ല CPM മത്സരിക്കുന്നത്, അത് മനസ്സിലായി. അല്ലാതെ 10-12 സ്റ്റേറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ CPM ദേശീയ പദവി നിലനിർത്തുന്നതിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ഓക്കെ, ബിജു എന്തോ നേരത്തെ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. മാഷ് മതത്തിനെതിരല്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ പിലാത്തറ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ, കോഴിക്കോട് എടുക്കേണ്ടതില്ല. കണ്ണൂർ ജില്ലയിൽ പിലാത്തറയിൽ മുത്തപ്പം വെള്ളാട്ടം നടത്തി. അവിടുത്തെ നടത്തിയത് ആരാണ്? ഓട്ടോ തൊഴിലാളികൾ, CIOTൻ്റെ. മാസ്റ്റർക്ക് അത് അറിയാം. CIOTO മുത്തപ്പം വെള്ളാട്ടം നടത്തിയതിൻ്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ മതത്തിനെതിരല്ലെന്ന്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഒരു ഗണപതി ഹോമം വീടുകളിൽ നടത്തിയപ്പോൾ ആ ഗണപതി ഹോമത്തിൽ നടത്തിയ എത്ര CPMകാരെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്? വീടുകളിൽ ഹിന്ദു ആചാരങ്ങൾ നടക്കുമ്പോൾ ആ ആചാരങ്ങൾ ഒരു CPM പ്രവർത്തകർ നടത്തിയാൽ അവർ ആ ആചാരം അനുകൂലിച്ചാൽ അവർക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. പക്ഷേ മറ്റ് മതങ്ങളോടൊന്നും ഈ ഒരു നിലപാട് CPM കാണിക്കുന്നില്ല. ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ സ്വന്തം പാർട്ടി ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളന സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പാവിരിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന സമീപനമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് CAA കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തെരുവോരങ്ങളിൽ സമരം നടത്താൻ ഇവർ മുന്നോട്ടേക്ക് വന്നത്? ഇവിടുത്തെ മതഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. വലിയ സമരമായിരുന്നു, വലിയ പ്രകടനങ്ങളായിരുന്നു കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇവർ CAക്ക് എതിരായിട്ട് നിൽക്കുന്നു? ആരുടെ പൗരത്വമാണ് ഇവിടെ പോകുന്നത്? നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് ഓടേണ്ടി വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടുന്ന് ഓടേണ്ടി വന്നിട്ടുണ്ടോ? പൗരത്വം എടുത്തു കളയുകയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഒരാളുടെ പോലും പൗരത്വം എടുത്തു കളഞ്ഞിട്ടില്ല, കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ മുസ്ലിം പെൺകുട്ടി ഈ നാട്ടിൽ പൗരത്വം നേടിയിട്ടുണ്ട്. മറുപടി പറയട്ടെ, മുസ്ലിം പെൺകുട്ടി പൗരത്വം നേടി. തലശ്ശേരിക്കാരിയല്ലേ, അവർക്ക് കിട്ടിയില്ലേ പൗരത്വം? എന്നാൽ ഒരു കാലത്ത് യാതന അനുഭവിച്ച, ഒരു കാലത്ത് വേദന അനുഭവിച്ച, മതത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടേണ്ടി വന്നിട്ടുള്ള, ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളാകേണ്ടി വന്നിട്ടുള്ള ആളുകളെ ഈ നാട്ടിൽ അവർ ചേരികളിൽ ജീവിക്കുന്നു. ഒരാനുകൂല്യം ഈ രാജ്യത്ത് ലഭിക്കുന്നില്ല, ഒരു റേഷൻ കാർഡ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ പോയി ഒരു നേരത്തെ അരി വാങ്ങിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവരുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ജീവിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഇവിടെ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അല്ലാതെ ആരെയെങ്കിലും ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഇവിടെ എടുക്കുന്ന നിലപാട് ഒരു വിഭാഗം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അതിലൂടെ വോട്ട് നേടുക എന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. യെസ്, രഞ്ജിത്ത്, ഒരു പ്രാദേശിക വിഷയമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഉയർന്നത് അല്ലേ? മാലിന്യ സംസ്കരണം. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ആ പരിധിക്കകത്തെ വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, മറ്റു വിവിധ ഏജൻസികൾ ഇവരിൽ നിന്നെല്ലാം അതിന് ലഭ്യമാകേണ്ടുന്ന തുകയെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്തും. അത് കേന്ദ്ര സർക്കാരിലായാലും സംസ്ഥാന സർക്കാരിലായാലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് സാമ്പത്തികമായി സഹായിക്കുന്ന മറ്റ് ഏജൻസികളായാലും അത് തീർച്ചയായും ആ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസന സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാണ്. അതിനകത്ത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്, അതിലൊരു സംശയമില്ല. അതിനകത്ത് അത്രേ പറയേണ്ടതുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്തായിരുന്നു? കണ്ണൂരിലൊരു വിമാനത്താവളമുണ്ട്. പോയിന്റ് ഓഫ് കോൾ കിട്ടാത്ത ഒരുപാട് നാളുകളായി അവിടെ ജനങ്ങൾ പ്രയാസപ്പെടുന്നു, പ്രവാസികൾ. അതിന് പോയിന്റ് ഓഫ് കോൾ അനുമതി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി 3 തവണ ഏവിയേഷൻ വകുപ്പ് മന്ത്രിയുമായി കേരളത്തിലെ കണ്ണൂരിൻ്റെ MP അദ്ദേഹവുമായി സംസാരിച്ചു. ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി കിട്ടിയിരുന്നില്ല. ഇപ്പോഴും അതിനെ ഇൻറ്റീരിയർ പോർട്ടായി നിലനിർത്തുകയാണ്.
കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഈ കണ്ണൂരിൻ്റെ വിവിധ മേഖലകളിൽ മൈസൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവാസികൾക്ക് സഹായകരമാകുന്ന, ബിസിനസ്സുകാർക്ക് സഹായകരമാകുന്ന, നേരത്തെ ആദ്യം ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തറികൾക്ക് പേരുകേട്ട കണ്ണൂരിലെ തറികൾക്ക് സഹായകരമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ആ എയർപോർട്ടിന് വേണ്ടി BJPയുടെ ഗവൺമെന്റ് ശക്തമായി ഇടപെടണം. നിങ്ങളുടെ മന്ത്രിമാര് അതുപോലെ തന്നെ നിങ്ങളുടെ ആളുകൾ അതിനുവേണ്ടി ഇടപെട്ടോ? അത് പറയട്ടെ. 100% ഞാൻ യോജിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം നല്ല അടിസ്ഥാന സൗകര്യമുണ്ട്. പക്ഷേ കൂടുതൽ ഫ്ലൈറ്റുകൾ വരണം, കൂടുതൽ സർവീസുകൾ തുടങ്ങണം. 100% താങ്കൾ ഉന്നയിച്ച ആ ആവശ്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. ജനസഭ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ചർച്ച അവസാന അരമണിക്കൂറിലേക്ക് കടക്കുകയാണ്. വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ചോദിക്കാം, പ്ലീസ്. എനിക്ക് പ്രകാശൻ മാസ്റ്റർ ജിയോടാണ് ചോദിക്കാനുള്ളത്. പ്രകാശൻ മാസ്റ്റർ ജി ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിക്കും സ്വപ്നം കാണാം. യെസ്, അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം വിത്ത് ഓപ്പൺ ഐസ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണ് തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡ്രീം ചെയ്യുന്നതുകൊണ്ടാണ് 2 സീറ്റിൻ്റെ ഇപ്പോൾ ഇത്ര 400 വരെ എത്തിയത്. രണ്ടാമത് നിങ്ങളോട് ചോദിക്കാനില്ലേ, 1962 ചൈന വാറിലെ സമയത്ത് നിങ്ങളെ VS ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് സോൾജേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അവരെ പാർട്ടീന് പുറത്താക്കുക ചെയ്തത്. അതല്ലാണ്ട് ഈ ഇൻഡോ ചൈന വാറിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് റേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. എന്നാൽ ഇതാണ് നിങ്ങളുടെ ദേശപ്രേമം. നിങ്ങളെ ഈ ഒരു എൻ്റെ വോട്ടിങ്ങിൻ്റെ എല്ലാ ഇതിൽ ബാനറിൽ കാണുന്നത് പറയുന്നത് വഴി കാട്ടി. നിങ്ങൾ എന്ത് വഴി കാട്ടിയാണ് ചെയ്യുന്നത്? ഈ നമ്മളിപ്പം ഇവിടുന്ന് ചന്ദ്രൻ്റെ അടുത്ത് വരെ പോയി. ഇവിടെ ഒരു സക്സസ്ഫുൾ ബോംബ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണ് നിങ്ങൾ ഒരു ഇങ്ങനത്തെ വൈകാട്ടി എന്ന് പറയുന്നത്. ഈ മനുഷ്യന്മാർക്ക്, ഈ യുവജനങ്ങൾക്ക് നിങ്ങൾ ബോംബ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. 2 കൈയും പൊട്ടിച്ചിട്ട് എത്ര ആൾക്കാരുണ്ട് നിങ്ങളെ CPM ബോംബ് പൊട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോകില്ല അവരെ വീട്ടിൽ. മരിച്ചു കഴിഞ്ഞ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെ രക്തസാക്ഷിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക ചെയ്യുക. ഇതിനെല്ലാം മറുപടി വന്നോ? എന്തുകൊണ്ട് VSനെ നിങ്ങൾ ആ സമയത്ത് പുറത്താക്കിയത്? ചോദ്യങ്ങൾ കൂടുതലാണ് മാഷേ. അവര് തീരുമാനിച്ചു വന്നതുകൊണ്ട് ബോംബ് രാഷ്ട്രീയത്തിൽ മറുപടി പറയേണ്ട സമയം തന്നാൽ മതി. അതെ, തരാം. ഇതില് കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശപ്രേമം ചോദ്യം ചെയ്യാനൊന്നും BJP വളർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരൊറ്റ BJPക്കാരൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ എവിടെയും അന്ന് BJP ഇല്ല, അന്ന് RSS ഉണ്ട്. ജനസംഘമില്ല, അതൊക്കെ നമുക്കറിയാവുന്നത്. BJPയും RSS ഇല്ല, ജനസംഘമുണ്ട്. അല്ല, നമ്മുടെ RSS ഉണ്ട്, ജനസംഘമില്ല. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും ഒരു RSS, ജനസംഘം, BJP ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് പങ്കെടുത്തുകൊണ്ട് മരിച്ച ഒരൊറ്റ മനുഷ്യൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായിട്ടും അവരുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദേശസ്നേഹം എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പേടിപ്പിക്കണ്ട. കമ്മ്യൂണിസ്റ്റുകാർ 100 കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അവർ ദേശപ്രേമത്തെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. പിന്നെ അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്തായിരുന്നു? ആ സംഭാവന എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പങ്കുകൊണ്ടാണ് 47 ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യം കിട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷക്കാർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മേൽക്കൈ, അതുപോലെ ലോകത്താകെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ ഒരു നില, ഇത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് BJP അവിടെ ബ്രിട്ടീഷുകാർ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷം ലോകത്ത് 10-24 രാജ്യങ്ങൾ വിമോചിക്കപ്പെട്ടു. എങ്ങനെയാ? സോവിയറ്റ് യൂണിയന്റെ പിൻബലാണ്. സോവിയറ്റ് യൂണിയൻ 2ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച് അവർ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാകെ തന്നെ മോചിപ്പിച്ച് ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഭാവന നൽകിയ ലോകശക്തി, ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഞങ്ങൾ വിചാരിക്കുന്ന മുസ്ലിങ്ങളാകെ തീവ്രവാദികളാണെന്നല്ല. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? ഇവർക്ക് സ്ഥാപിക്കാൻ അതാ വേണ്ടത്. ഈ മുസ്ലിങ്ങളാകെ തീവ്രവാദികളാണ്. ചൈന എന്ന് പറയുന്നത് എന്തോ അന്യായമായ രാജ്യമാണ്. അവർ ബഹളുണ്ടാക്കാൻ വന്നാണ്. ഞാൻ പറയൂ, അല്ല, അവര് ചോദിച്ചു, ഞാൻ കേട്ടല്ലോ. അവര് ചോദിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടിയിട്ടില്ല. പിന്നെ അവര് ബഹളം ഉണ്ടാക്കാൻ കൂടി വന്നവരാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ച് എന്താ? ചൈനയെ സംബന്ധിച്ച് നമ്മുടെ നിലപാട്, ചൈനയെ സംബന്ധിച്ച നിലപാട് ഞങ്ങളുടെ പാർട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, ചൈനയും ഇന്ത്യയും തമ്മിൽ തർക്കമുണ്ട്. ചൈനക്കാർ അവരുടേതെന്ന് പറയുന്നു, ഇന്ത്യ നമ്മുടേതെന്ന് പറയുന്നു. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം.
അതിന് മേലെയാണ് എന്ന് നമ്മൾ ചൈന ചാരന്മാരാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ അറസ്റ്റ് ചെയ്ത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഈ വിഷയത്തിന് മേലെ ചർച്ച ചെയ്ത്? മൻമോഹൻ സിംഗ് രേഖയിൽ തീർപ്പുണ്ടാകുന്നത് എങ്ങനെയാ? വാജ്പേയിയും ചൈനീസ് പാർട്ടിയും ചൈനീസ് ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടാണ്. ഞങ്ങൾ പറഞ്ഞ 62 പറഞ്ഞ കാര്യം അത് തന്നെയാണ് ചൈനയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായ നിലക്ക് ഇപ്പോഴും ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ സ്വീകരിക്കുന്നില്ലേ കമ്മ്യൂണിസ്റ്റ്? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര ആദായ നികുതി വകുപ്പിനെ കൃത്യമായ നിലക്ക് ഞങ്ങളുടെ വരവ് ചെലവ് നിങ്ങളല്ലേ ഇപ്പോ അറിയുന്നത് അക്കൗണ്ട് ഞാനിവിടെ നിൽക്കട്ടെ, കേട്ട് ഇയാൾ പറഞ്ഞ എങ്ങനെ ശരിയാവുക? കണ്ട നിങ്ങളവിടെ കേട്ട് ഞാൻ പറയാം, ഞങ്ങൾ അക്കൗണ്ട് കൊടുക്കുന്നവരാണേ. ചൈനയുടെ ഒറ്റ പൈസ ഞങ്ങൾ വാങ്ങുകയില്ല. അതിന് ഞാൻ തർക്കമുണ്ടാവണം. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഗണപതി ഹോമത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ മുത്തപ്പന്റെ പേരിൽ, മുത്തപ്പൻ എന്താ BJP ഇടതാ, ഗണപതി BJP ഇടതാ? അത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? കഴിഞ്ഞ 40 കൊല്ലമായിട്ട് കഴിഞ്ഞ 40 ശബ്ദിക്കേണ്ടത് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ശബ്ദാക്കേണ്ട ഞാൻ പറഞ്ഞു കേൾക്ക്. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാനിതാ പറയുന്നേ, കഴിഞ്ഞ 40 കൊല്ലമായിട്ട് CPM ജില്ലാ നേതൃത്വത്തിലുള്ള ആളാണ് ഞാൻ. ഒരൊറ്റ ആളെ ഗണപതി ഹോമത്തിന്റെയോ അല്ലെങ്കിൽ മുത്തപ്പൻ സേവയുടെയോ പേരിൽ ഞങ്ങൾ പുറത്താക്കിയിട്ടേ ഇല്ല, ഒരു നടപടി എടുത്തില്ല. കളവ് പറയുകയാണെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരാളെ പേര് പറയട്ടെ. 40 കൊല്ലമാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. 40 കൊല്ലമായിട്ട് CPM ജില്ലാ സെക്രട്ടറി ഞാനുണ്ട്. പിന്നെ ഇയാളാണോ അതിന് പേര് പറയാ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്തോ ദൈവവിരോധികളാണ്, മതവിരോധികളാണ്, ചൈനീസ് ചാരന്മാരാണ്. ഇത് സ്ഥാപിക്കാൻ ഇല്ലാത്ത കളവ് പറയുകയാണെന്ന്. പിന്നെ ദേശാവനിലെ വാർത്തയല്ല, ദേശാവൻ നിങ്ങളല്ലേ വായിക്കുന്നത്. പിന്നെ വാർത്ത എടുക്കും. പിന്നെ ഒരു കാര്യം തിരുത്തണത്, പോയിന്റ് ഓഫ് കോൾ പദവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ MP ഒരു കാര്യവും ചെയ്തിട്ടില്ല. 3 തവണ LDF ഒരു നിവേദനം കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഡൽഹിയിൽ പോയി കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴൊന്നും അദ്ദേഹമില്ല. അവരൊരു ടീം ഇവിടെ വന്നു, അപ്പോഴും അദ്ദേഹമില്ല. അവർ റിപ്പോർട്ട് കൊടുത്തു, അപ്പോഴും അദ്ദേഹമില്ല. പിന്നെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നതിൽ പറയുന്നൊന്നുമില്ല. ഒരു തവണ പോലും പോയിന്റ് ഓഫ് കോൾ പദവിയുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാൻ ഇന്നത്തെ MP ഉണ്ടായിട്ടില്ല. ഒരു തവണ പോലും ആ വിഷയം സംസാരിച്ചിട്ടില്ല. 12 കമ്പനികൾ കേന്ദ്രത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് വിമാനം അനുവദിക്കണം. ഇവരെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ലല്ലോ. കാരണം അവർ വിചാരിക്കുന്ന കേരളം വേറെയാണ്, അത് ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്റ്റേറ്റ്, ഒന്നും കൊടുക്കാൻ പാടില്ലെന്നാണ്. ഇവരുടെ നിലപാട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ കൂട്ടുനിൽക്കുകയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും അവരുടെ MPയും എല്ലാം. അതാണ് വസ്തുത. ഒരു ചോദ്യം കൂടി ചോദിച്ചു, പാനൂരിലെ ബോംബ് നിർമ്മാണം എന്തിനാണ് പങ്കാളികൾ? അത് ചോദിക്കേണ്ടത് RSS തന്നെയാണ്. ഞാൻ ചോദിക്കാം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള 75 കൊല്ലങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഏറെ ആളുകളെ കൊന്നു തള്ളിയ കത്തി ആരുടേതാണ്? ഒരു സംശയവും വേണ്ട, RSSന്റേതാണ്. പക്ഷേ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്ന് മാത്രം. എനിക്ക് കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ 176 പേര് മരിച്ചു. 176 ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കാർ കൊല്ലപ്പെട്ട നാടായി നാട്. ഇവിടുത്തെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? മൊയാർത്ത് ശങ്കരൻ ആരാ? കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യൻ, തല്ലിക്കൊന്ന കോൺഗ്രസ്സുകാരാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA കൊന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞങ്ങളുടെ MLA കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞാലി കൊന്ന കോൺഗ്രസ്സുകാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ എപ്പോഴെങ്കിലും കേരളത്തിൽ മരിച്ചിട്ടുണ്ടോ? ഏതൊക്കെ പാർട്ടിക്ക്? ഞങ്ങളുടെ പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനറാണ് കൊല്ലപ്പെടുന്ന സമയത്ത് അഴീക്കോട് രാഘവൻ. ഞങ്ങളെ പറ്റി പറയാണോ? ഞങ്ങള് ആളുകളെ കൊല്ലുന്നതിനൊന്നും അനുകൂലമായി നിൽക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം, അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നവലോകത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നവരുടെ പേരാ കമ്മ്യൂണിസ്റ്റുകാർ, കേട്ടോ. ഞങ്ങൾക്കറിയാം ഒരു മനുഷ്യന്റെ ജീവൻ വിലപ്പെട്ടതാണ്, അത് എടുക്കാനേ കഴിയൂ, കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ല മാഷെ, അങ്ങനെയാണെങ്കിൽ പാനൂര് ബോംബ് നിർമ്മാണം, പാനൂരില് മരിച്ചതാരാ? കൊല്ലപ്പെട്ടതാരാ? ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവന വന്നല്ലോ, അവിടെ 2 സെറ്റുകൾ തമ്മിലുള്ള കുടിപ്പക നിലനിൽക്കാൻ. ഇപ്പൊ ഞാൻ ഇതിനെ തൊട്ടടുത്ത വീട്ടിലല്ലേ, തൊട്ടടുത്ത വീട്ടിൽ 2 ആഴ്ച മുമ്പ് 758 കിലോഗ്രാം വെടിമരുന്ന് പുരുഷു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പിടിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പോ ഈ മരിച്ച ആളുടെ അതിന് തൊട്ടടുത്ത്, അവിടെ തൊട്ടടുത്ത 5ാമത്തെ വീട്ടില് 758 കിലോ വെടിമരുന്ന് പിടിച്ചു. ആരാ പിടിക്കുന്ന? പുരുഷു. ആരാ പുരുഷു? ഇവർക്കറിയോ? അവിടുത്തെ RSS നേതാവാണ് പുരുഷു. ഇത് തൊട്ടടുത്ത് താഴെ ചമ്പാടിനടുത്ത് 4 പേര് കൊല്ലപ്പെട്ടല്ലോ. RSSകാര് 4 പേര് കൊല്ലപ്പെട്ടല്ലോ. എങ്ങനെ കൊല്ലപ്പെട്ടത്? ബോംബ് കെട്ടുമ്പോഴല്ലേ? ബോംബ് കെട്ടുമ്പോ 2 RSSകാർ ഒരു സ്ഥലത്ത്, 2 RSSകാർ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികളെ
ഇല്ലായ്മ ചെയ്യാനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല, അയാൾ നിർമ്മിച്ചൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സമയത്ത് ബോംബ് നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും അന്യായമാണ്. അതിൽ ആരെല്ലാം കുറ്റവാളികളായാലും അവരെ കൃത്യമായിട്ട് അന്വേഷിച്ച് നിയമത്തിൽ കൊണ്ടുവരണം. അവർ ഒരു കാരണവശാലും CPM സംരക്ഷിക്കില്ല. അത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. CPM നിങ്ങൾ കാണേണ്ടത് 52% ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ് കണ്ണൂരിലെ CPM. ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ അത്തരം അന്യായങ്ങളെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന വിഷയമില്ല. നിങ്ങൾ അന്വേഷിക്കട്ടെ, ആരും അന്വേഷിച്ചോട്ടെ. കുറ്റവാളികൾ കണ്ടാൽ പിടിക്കണവരെ നിയമത്തിൽ കൊണ്ടുവരണം. അവരാരായാലും CPM സംരക്ഷിക്കുന്ന വിഷയമില്ല. പക്ഷേ എന്തായാലും കേരള പോലീസ് പിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ബിജു, ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ടോ? മാഷ് പറയുന്ന അക്രമ രാഷ്ട്രീയം കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ മാഷ് പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇവർ സമാധാനത്തിന്റെ മാലാഖമാരാണെന്ന്. ഇവിടെ രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എന്തിന്റെ പേരിലായിരുന്നു പറശ്ശിനിക്കടവിലെ പാപ്പിനിശ്ശേരിയിലൊക്കെ പഴുതാരിയെ അടക്കം ചുട്ടുകൊന്നത്? ചീങ്കണ്ണിയെ എന്തിനാണ് ചുട്ടുകൊന്നത്? എത്രയെത്ര മനുഷ്യന്മാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കാലപുരിക്കയച്ച ഒരു പാർട്ടിയാണ് ഇത് പറയുന്നത്. കൊല്ലുക മാത്രമാണോ? ഒരു അധ്യാപകന്റെ കാല് വെട്ടിമാറ്റിയവരാണ് ഇവർ. ഒരു അധ്യാപകന്റെ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുടെ കൺമുമ്പിലിട്ട് കൊലപ്പെടുത്തുന്നത്. നമുക്കറിയാം, ആടുമാടുകളെ കൊല ചെയ്യുന്ന അറവുകാരനുണ്ടല്ലോ, ആ അറവുകാരൻ പോലും കിടാങ്ങളുടെ മുമ്പിലിട്ടുകൊണ്ട് ആടുമാടുകളെ കൊല്ലില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി അതിലും ചരിത്രം എഴുതിയവരാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വിദ്യാർത്ഥികളുടെ കൺമുമ്പിലിട്ടുകൊണ്ട് കൊലപ്പെടുത്തിയ ആളുകളാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് കണ്ണൂരിൽ വന്ന് പറയുന്നത്. കണ്ണൂരിലെ ജനത പുച്ഛിച്ച് തള്ളും ഇവരെ. എത്രയെത്ര ഞങ്ങളുടേത് മാത്രം 90ഓളം ആളുകളെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത്? ആരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാ? അത് പറയേണ്ടതായിട്ടുണ്ട്. അതിന് ഉത്തരം പറയണം മാഷ്. ആരെയാണ് നേരത്തെ ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ബോംബുണ്ടാക്കി, അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, കുറെ ആളുകൾ പരിക്കേറ്റു. ഇപ്പോൾ കുറെ ആളുകൾ റിമാൻഡിലാണല്ലോ, അവരെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അവർ പോലീസിനോട് മൊഴി കൊടുത്തത് എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ RSSകാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഞങ്ങൾ മുളിയാത്തോട് വെച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് CPMന്റെ പ്രവർത്തകന്മാർ, DYFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ. ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ കൂടെ അതിൻ്റെ ആ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ദിവസം ഫോട്ടോ എടുത്താൽ P. ജയരാജൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന നേതാവിൻ്റെ കൂടെ ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോ ഒക്കെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ, സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ RSSകാരെ വേട്ടയാടുന്നതിന് വേണ്ടി, ഇവിടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് CPM തയ്യാറായത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ജനസഭയെ 10 മിനിറ്റ് കൂടി ശേഷിക്കുന്നു. പെട്ടെന്ന് ഇനി സമയമില്ല, ഉണ്ടെങ്കിൽ തരാം. NDAയോടാണ് ചോദിക്കാനുള്ളത്. NDA പ്രതിനിധി ബിജു എളക്കുഴിയോടാണ്. അതിനു മുമ്പായിട്ട് LDFും UDFും, അപ്പോൾ ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന വ്യക്തികൾ കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു വാക്ക് ചോദിക്കുന്നത്. കാരണം ഇപ്പം ഞങ്ങൾ ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം കെ സുധാകരൻജി പറഞ്ഞ പോലെ കിളയ്ക്കാൻ ഇനി രണ്ടാമതും പറഞ്ഞേക്കണോ എന്നുള്ളത് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് LDFിനോട്. LDF ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സംഗതികളാണ് ഇവിടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ട് അവരെ എന്തിനാണ് അനുഭാവം ഉണ്ടാക്കുന്നതെന്നും എന്തിനാണ് ഇപ്പം ബോംബ് സ്ഫോടനത്തിനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എന്താണ് അനുകൂലനവും എന്താണ് പ്രതികൂലനമെന്നും നാട്ടുകാർക്ക് മനസ്സിലായി എന്നുള്ളത്. അതും ഇപ്പോൾ ഞങ്ങളുടെ ഓരോ ബൂത്ത് തലത്തിലും പോകുമ്പോൾ ജനങ്ങൾ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതല്ലേ, ഇങ്ങോട്ട് പറഞ്ഞാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. പ്ലീസ്. ദേശീയ
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും CPM ആണ് അതിൻ്റെ മുതൽക്കൂട്ട്, അവരാണ് അതിൻ്റെ ഫുൾ കുത്തക ഏറ്റെടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കേന്ദ്രമല്ലേ മുഴുവനായിട്ടും ആ വേതനം എത്തിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അത് ബിജു എളക്കുഴിയോട്. ഓക്കെ, ബിജു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വരുന്നതിന് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന നിലയ്ക്ക് ജോലിക്ക് ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറയുന്നുണ്ടല്ലോ, പറയല്ലേ, പദ്ധതിയാണ് സമഗ്ര ഗ്രാമീണ റോസ്ഗാർ യോജന, ജോലിക്ക് കൂലി ഭക്ഷണം. ഇവിടെ അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഭക്ഷണവും എന്ന രീതിയിൽ അരിയും ഭക്ഷ്യധാന്യവും വിതരണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. അത് പിന്നീട് കൊണ്ടുവന്നത് UPA ഗവൺമെന്റിന്റെ കാലത്ത് അത് പേര് മാറ്റിയിട്ട് ഈ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. അന്ന് എത്രയായിരുന്നു കൂലി? 100 രൂപ. ഇന്ന് 343 രൂപയായി. അതിന്റെ പൂർണ്ണമായിട്ടും ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 1 രൂപ പോലും മറ്റൊരു ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പൂർണ്ണമായിട്ടും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് പേര് മാറ്റി ഞങ്ങൾ ആദ്യം തുടങ്ങി. UPA ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതല്ല, SGRY ആണ് ആ പദ്ധതിയുടെ പേര്. ബിജു ഒന്നുകൂടി പഠിക്ക്, വാട്സപ്പിൽ വരുന്നത് പറയല്ല. ബിജു അതൊന്നുകൂടി പഠിക്ക്, നാളെ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറായിരിക്കും. അവസാന ചോദ്യം നിങ്ങളോട് എന്നെ ചോദിക്കാനുള്ളത് ആകെ ഒരു ചോദ്യം. ഇപ്പൊ മാഷ് പറഞ്ഞ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ മല്ലികാർജ്ജുന ഖാർഗെനെ പിന്തുണക്കും. പിന്നെ എന്തിനാ ഇങ്ങനെ രണ്ടായിട്ട് മത്സരിക്കും? ഒന്നായിട്ട് മത്സരിച്ചാൽ പോരെ? അതിനുള്ള ഉത്തരം നേരത്തെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി ഈ രാജ്യത്തിനകത്ത് BJP നേരിടുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സഖ്യമാണ്. ആ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഞങ്ങള് നേതാവിനെ തീരുമാനിക്കും. നമസ്കാരം. അല്ല, ഞാൻ ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചില്ല. നിങ്ങൾ എനിക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ഡിബേറ്റ് വന്നപ്പോൾ SGRY എന്ന് ആദ്യം കേട്ടു. ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഫോൺ എടുത്തു, SGRY അടിച്ചു. ഫസ്റ്റ് പേജ് വിക്കിപീഡിയ ഓപ്പൺ ആയി. ഞാൻ ഇംഗ്ലീഷിലുള്ള വായിക്കാം. ഇറ്റ് ഈസ് വാസ് എ സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം 21st February. പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. വിക്കിപീഡിയയിൽ ഫസ്റ്റത്തെ ലിങ്കിലുള്ളതാണ്. ആരാ സത്യം നമുക്കറിയില്ല. ഇനി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ വിക്കിപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഗൂഗിളും വിക്കിപീഡിയൊക്കെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരുപാട് തൊഴിൽദാന പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തൊഴിൽദാന പദ്ധതികൾ ക്രമാനുസൃതമായി ഓരോ ആസൂത്രണ സമിതിയും പരിശോധിച്ചപ്പോൾ കൃത്യമായി ദാരിദ്ര്യ ലഘൂകരണത്തിന് സാധ്യത കൽപ്പിച്ചെടുത്ത് പോലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ തൊഴിൽദാന പദ്ധതികൾ ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 2004 പ്രകാശ് മാഷ് പറഞ്ഞാൽ ഒരു തിരുത്ത്. 2004 UPA ഗവൺമെന്റിന്റെ പ്രകടന പത്രികക്കകത്താണ് തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. പിന്നെയാണ് ഇടതുപക്ഷ പിന്തുണ UPA ഗവൺമെന്റ് വരുന്നത്. അപ്പൊ അവരാണ് അത് കൊണ്ടുവന്നത് പറയുന്നത് യാതൊരു അർത്ഥമില്ല. UPA ഗവൺമെന്റ് ഇതുപോലെ PMKY, PMGSY ഇങ്ങനെ ഒരുപാട് തൊഴിൽദാന പദ്ധതികൾ ഉണ്ടാക്കിയപ്പോൾ അതുകൊണ്ടൊന്നും നേട്ടമില്ലാതെ കൊണ്ടാണ് ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ഈ പദ്ധതി ഉണ്ടാക്കി. പിന്നെ അന്ന് 100 രൂപയായിരുന്നു ബിജു, 10 വർഷമായി. ഇപ്പോ ആളോഹരി പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും അനുഭവിക്കുന്ന ഈ രാജ്യത്തിനകത്ത് 10 വർഷമായിട്ട് 216 രൂപയെ കൂടിയിട്ടുള്ളൂ. അത് മതിയോ ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ? വർദ്ധിപ്പിക്കണ്ടേ? ഇപ്പോഴും നിങ്ങൾ വർദ്ധിപ്പിക്കാന്ന് പ്രകടന പത്രിക പറഞ്ഞ എത്രയാ? 13 രൂപയോ? മതിയോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില എവിടെ എത്തി? ഗ്യാസിന്റെ വില എവിടെ എത്തി? പെട്രോളിന്റെയും ഡീസലിന്റെയും വില എവിടെ എത്തി? സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? നമുക്കറിയാം, കോവിഡ് കൊറോണ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് പിടിച്ചു നിർത്തിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്ക് കിട്ടിയ വരുമാനം കൊണ്ടാ. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ പദ്ധതിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കേന്ദ്രം തന്നെ പണം കൊടുക്കണം. അതിനാരും അധികാരം സ്ഥാപിക്കണ്ട. അത് നാളെ വരുന്ന സർക്കാരുകളും അത് തന്നെ ചെയ്യണം. അത് സ്വാഭാവികമായി ചെയ്യേണ്ട പ്രക്രിയയാണ്. അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, 13 രൂപ കൂട്ടാൻ നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവിടുത്തെ സാധാരണക്കാരന് കൂലി എത്രയായി ഇപ്പോ? ബിജു പെട്ടെന്ന് മാഷിനോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഉടമസ്ഥാവകാശം ഇവിടെ ചോദ്യം വന്നത് എന്താണ്? CPM ആണ് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത് എന്നതാണ്. പക്ഷേ ഇടതുപക്ഷമല്ല, കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പദ്ധതിയാണിത്. ഇതാണ് അവർ പറഞ്ഞത്. അതിന് പണം കൊടുക്കുന്നത് കേന്ദ്രം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതില്
ആ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഞങ്ങളെ ആ ഗവൺമെൻറ്റിലേക്ക് ക്ഷണിച്ചു. സോണിയാഗാന്ധി നേരിട്ട് വന്ന ഹർകൃഷ്ണൻ സുർജിത്തിനാണ് ക്ഷണിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞു ഞങ്ങൾ ഗവൺമെൻറ്റിൽ പങ്കെടുക്കില്ല, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം നടപ്പിലാക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഗവൺമെൻറ്റിൽ പിന്തുണ കൊടുക്കൂ. ഇവിടെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു ഭരണപത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ കേട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ. ഞങ്ങൾ വെച്ച ഡിമാൻഡിന്റെ മേലെയാണ് ഇന്ന കാര്യങ്ങൾ അംഗീകരിക്കാം എന്നുള്ള കാര്യം അംഗീകരിച്ച് ഞങ്ങൾ ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്നത്. മന്ത്രിമാരെ തരില്ല എന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഇവിടെ ഇപ്പോൾ അക്രമത്തെക്കുറിച്ച് പറഞ്ഞു. 2023 ഈ കണ്ണൂരിൽ എത്ര അക്രമം നടന്നു, കൊലപാതകം നടന്നു? 2 തലശ്ശേരിയിൽ ഹരിദാസൻ, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ ധീരജ്. ആരാ കൊന്നത്? തലശ്ശേരിയിൽ അവിടെയുള്ള ഒരു മദ്യത്തൊഴിലാളി, അദ്ദേഹത്തെ അവിടെ കയറിയിട്ട് ഒരൊറ്റ വെട്ടിന് തല 2 കഷ്ണം. BJP കാരല്ലേ ചെയ്തത്? തിരിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ധീരജ് രാജേന്ദ്രൻ കൊന്ന കോൺഗ്രസ്സുകാരല്ലേ തളിപ്പറമ്പിൽ? കഴിഞ്ഞ കൊല്ലം 2 രാഷ്ട്രീയ കൊലപാതകമേ ഉള്ളൂ. 2 ഞങ്ങൾക്കാണ്, ഒരാളെയും തിരിച്ചടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വലിയ ഭീകരതയെക്കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ ഞങ്ങളുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവിൻ്റെ കൊല്ലപ്പെട്ട സമയത്ത് ഞാനിവിടെ പോയതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് വെച്ചാണല്ലോ കൊല്ലപ്പെടുന്നത്. മറ്റൊരു ജില്ലയിലെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് അവനെ വെട്ടിക്കൊല്ലുകയാണ്. 67 വട്ടാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം തലശ്ശേരി മോർച്ചയിലായിരുന്നല്ലോ. കഷ്ണം ഇങ്ങനെ പീസാണ്, കാല് വേറെ പീസ്, കൈ വേറെ പീസ്, അതെല്ലാം ചേർത്ത് വെച്ചിട്ടല്ലേ ഞങ്ങളെ ചെറുപ്പക്കാരി ഉണ്ടാക്കിയത്? ഞങ്ങൾ അക്രമകാരികളെന്നാണോ? ഞങ്ങള് ഞാൻ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും ഏറെ ആളുകളെ കൊന്നു തള്ളിയ കത്തി ആരുടേതാണ്? ഒരു സംശയവും വേണ്ട, അത് RSSന്റേതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലക്കകത്ത് 176 ശവങ്ങൾ ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് ഞങ്ങള്. 176 പേര്. ഈ കണ്ണൂരിലുള്ള എല്ലാ പാർട്ടികളും ചേർന്നാൽ അതിന് 10-1 വരുമോ? ഞങ്ങൾ കൊലപാതകളല്ലേ? ഈ ഇപ്പോഴും സംഭവം ഞങ്ങൾ പറഞ്ഞു, ഒരു കാരണവശാലും ശരിയല്ല. ആരുണ്ടാക്കിയാലും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരൊറ്റ മെമ്പറും അതിനകത്തില്ല. ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കും. ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് അന്വേഷിക്കണം, പരിശോധിക്കണം, ശിക്ഷിക്കണം. തികച്ചും അന്യായമാണ്. അത് ഞങ്ങളുടെ മേലെ ചാർത്ത ശ്രമിക്കാൻ പോലീസ് റിപ്പോർട്ട് വന്നല്ലോ. എന്താ പോലീസ് റിപ്പോർട്ടിനെ കുറിച്ച് പറയാത്തത്? 2 വിഭാഗത്തിൽ തമ്മിലുള്ള കുടിപ്പകയാണ് എന്നുള്ള പോലീസ് റിപ്പോർട്ട് ഇന്നലെ വന്നല്ലോ. 2 സെറ്റ് പരസ്പരം ബോംബ് ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ആളെ കൊല്ലുന്നു. ആർക്ക് അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അതിനൊന്നും അംഗീകരിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കണ്ണൂരിലെ 52% ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടി. ജനങ്ങളെ അക്കാര്യം ഞങ്ങൾ രാഷ്ട്രീയം എന്തുമാവട്ടെ, മനുഷ്യരാണ് മരിച്ച് വീഴുന്നത്. എന്തായാലും കണ്ണൂരിൻ്റെ മണ്ണിൽ ഇനി ചോര ചിന്താൻ പാടില്ല, അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ജനസഭ ഇവിടെ പുറവന്നു ഈ ചർച്ച സജീവമാക്കിയ പ്രകാശൻ മാസ്റ്റർ, ശ്രീ ബിജു, കോൺഗ്രസിൻ്റെ പ്രതിനിധി, 3 പേർക്കും, രഞ്ജിത്ത്, 3 പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജനസഭ നാളെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമുക്ക് കാണാം. നന്ദി, നമസ്തേ.